ഇത് വെളുത്തുള്ളി അച്ചാർ, ഇത് പോർക്ക് നാളികേരം വറുത്ത് പൊടിച്ചിട്ട് വെച്ചത്, ഇത് കുമ്പളങ്ങിട്ട് വെച്ച മോര് കറി, ഇത് അരിയലുവ, നാടൻ അരിയലുവ, ഇത് വട്ടയപ്പം, നാടൻ വട്ടയപ്പം കള്ളൊഴിച്ചുണ്ടാക്കുന്നത്, ഇത് ചക്കക്കുരു മെഴുക്ക് വരട്ടി, വാഴക്കല്ലും പയറും മെഴുക്ക് വരട്ടി, നാടൻ മുള്ളം വലിയ മുള്ളം വറുത്തത്, ഏട്ട കറി വെച്ചത്, പിന്നെ ഇത് നാടൻ കോഴി വെച്ചത്, ഏട്ട ഫിംഗർ ഫിഷ് ഉണ്ടാക്കാനുള്ളത്, ഇത് ചക്ക മെഴുക്ക് വരട്ടി, അതിൻ്റെ കൂടെ ചോര മീൻ കറി വെച്ചത്, ഇത് ചക്കക്കുരു മുരിങ്ങൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയത്, ഇത് ചക്ക വറുത്തത്, ഇത് ചക്കരിശ്ശേരി വെച്ചത്, ഇത് പരിപ്പും ചക്കക്കുരും തക്കാളി മാങ്ങയും കൂടി കറി വെച്ചത് തേങ്ങ അരയ്ക്കാണ്ട്, ഇത് ചൂര മീൻ വെച്ചതുമല്ല വറുത്തതല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്, ഇത് ആടിൻ്റെ ലിവറും മരുന്ന് വെപ്പ് വെച്ചത്, പരിപ്പും മുരിങ്ങലയും കൂടി കുത്തിക്കാച്ചി കൂട്ടാൻ വെച്ചത്, ഇത് പരിപ്പ് ഉണ്ണിപ്പിണ്ടിയും കൂടി തോരൻ വെച്ചത്, ഇത് ഏട്ട വെട്ടുമീൻ കറി വെച്ചത്, നാളികേരപ്പാലില് കുടപ്പുളിയും മാങ്ങ ഇട്ടിട്ട് വെച്ചത്, ഇത് ഏട്ടത്തലയും കായും കൂടി ഒരു വരട്ടിയെടുത്തത്, ഇത് നാടൻ കോഴിക്കറി, കുമ്പളങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുള്ള കറി. ഇതും വെട്ടുമീൻ തന്നെയാണ്, ഇതിനെ ചൂര എന്ന് പറയും. ഇതും നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. പിന്നെ ഇത് വറക്കാനുള്ളത്, ഇത് ചക്ക പഴുത്തത്, നല്ല മധുരമുള്ള ചക്കയാണ്, ഇതിൻ്റെ കുരു നല്ല വലുപ്പമാണ്. ഇത് ചക്ക വരട്ടിയെടുത്തത്, ഇത് വെറുതെ എടുത്ത് വരട്ടണതല്ല, ഇത് ഒന്നൊന്നര വരട്ടാണ് ഇട്ടത്, സൂപ്പറാണ്. പിന്നെ ഇത് അച്ചാർ, നാരങ്ങ അച്ചാർ, ഇത് ഒരു 6-7 മാസം അവിയാനിട്ടിട്ട് ഉണ്ടാക്കണതാണ് ഈ അച്ചാർ. ഇത് ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. ഇത് ചെമ്മീൻ കറി, പച്ച ചെമ്മീൻ കറി വെച്ചത്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയത്, ഇത് പിലോപ്പി വറുത്തത്, ഇത് ഉണക്കയില് മാങ്ങയും കൂടി കൂട്ടാൻ വെച്ചത്. മാങ്ങയിട്ട് കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഉരുളപ്പുളി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പിന്നെ അത് മുയലിറച്ചി വരട്ടിയതാണ്, ഇതിൻ്റെ കൂടെ പരിപ്പ് കുത്തി കാച്ചിയത്, ഇത് പപ്പടവടയല്ല അപ്പളവട. പിന്നെ ഇത് വയമ്പ് മാങ്ങയിട്ട് വെച്ചത്, ഇത് കയ്പ്പയ്ക്ക് മാങ്ങയും കൂടി മീൻകറി വെച്ചത്, ഇത് ചെമ്മീൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയത്, ഇത് വെള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇത് മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ചേർക്കാത്ത പച്ചമുളക് മാത്രം ഇട്ട് വെച്ച വെള്ള അവിയൽ, ഇത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയത്, അതിൻ്റെ കൂടെ ഒരു ചാറ് കറി, ഇത് നാടൻ കള്ളൊഴിച്ച വട്ടയപ്പം, ഇത് സോഫ്റ്റ് വട്ടയപ്പമാണ്, ചുരുട്ടി കൂട്ടാൻ പറ്റണ സോഫ്റ്റ് വട്ടയപ്പം. പിന്നെ ഇത് പരിപ്പ് വട, നല്ല മുരുമുരാന്നിരിക്കുന്ന പരിപ്പ് വട. പരിപ്പ് വടയിൽ ചുവന്നുള്ളിയിടുക, സവോളയല്ല. പിന്നെ ഇത് ചരയ്ക്കും ചെമ്മീനും കൂട്ടാൻ വെച്ചത്. പിന്നെ ഇത് പപ്പക്കായ മെഴുക്ക് വരട്ടി, പിന്നെ അതിൻ്റെ കൂടെ നല്ല മീൻ വറുത്തത്. ഇത് ചക്ക, ഇടിയൻ ചക്ക മുതിരിയിട്ട് വെച്ചത്, അതാണ് ഇടിയൻ ചക്ക. അതിൻ്റെ കൂടെ പരിപ്പും ചേമ്പിൻ താളും കൂടി വെച്ചത്. ഇത് ഇടിയൻ ചക്ക മുട്ടയിട്ടിട്ട് ഉലർത്തിയെടുത്തത്. ഇത് ചക്കക്കുരു ചക്കക്കുരു വറുത്ത് പൊടിച്ചത്, നാളികേരം വറുത്ത് പൊടിച്ചത്, അണ്ടി വറുത്ത് പൊടിച്ചത്, വെല്ലം ഉരുക്കി ഒഴിച്ചത്, അരി വറുത്ത് പൊടിച്ചത്.